ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ജൂലൈ 22 മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ബസ് നിർത്തിവച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന് സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 8 നടന്ന സൂചനാ സമരത്തെ തുടർന്ന് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ 16/7/2025 നടന്ന ചർച്ചയിലും ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നത്. സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ജൂലൈ 8 സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത്. തുടർന്ന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവുണ്ടായിട്ടും 150 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതെ പ്രയാസപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, അതുപോലെ ഡോർ ചെക്കർമാർ എന്നിവർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു നിബന്ധന ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത ഒരു നിയമമാണത്. അന്യസംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത നിബന്ധന. കേരളത്തിലെ 10, 20, 25 വർഷമായ തൊഴിലാളികൾക്ക്, തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലാത്തതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് 13 വർഷങ്ങൾക്ക് മുമ്പ് നിജപ്പെടുത്തിയതാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ കാലോചിതമായ ഒരു മാറ്റം വേണമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷനൊക്കെ പറഞ്ഞിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവായിട്ടും 140 കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക, കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന നിബന്ധന ഒഴിവാക്കുക, 13 വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി വർധനവ് വരുത്തുക, ഈ ചലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവണമെന്നും സമരത്തിലേക്ക് ബസ് ഉടമകളെ തള്ളിവിടരുതെന്നും ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്താൻ ബസ് ഉടമകൾ നിർബന്ധിതമായിട്ടുള്ളതെന്നും ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുവദിച്ചു തരണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ബസ് ഉടമ സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. സംയുക്ത സമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ, നിയാസ് ചാലിയാർ, മരുന്നൻ ഷൗക്കത്ത്, A1 ബാബു മമ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.